നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം കടമ്പാറിലെ കത്തികാട്ടി കവർച്ച, പ്രതികളായ 4 പേർ അറസ്റ്റിൽ. വൃദ്ധ ദമ്പതികളെ കത്തികാട്ടി കവർച്ച ചെയ്ത കേസിലെ പ്രതികളെ പിടികൂടാനായത് ജില്ലയിലെ പോലീസിന് മറ്റൊരു അംഗീകാരമായി. കേരളത്തോടുള്ള റെയിൽവേ അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി NGO യൂണിയൻ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ലോക ഹൃദയ ദിനത്തിന്റെ ഭാഗമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് വിദ്യാനഗർ ലയൺസ് ക്ലബ്. അനധികൃത കയ്യേറ്റങ്ങൾ അടിയന്തരമായി ഒഴിപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ K. ജീവൻ ബാബു. തീരുമാനം കാസർഗോഡ് നഗരസഭാ പരിധിയിലെ കയ്യേറ്റങ്ങൾക്കെതിരെ. മതതീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ യുവശക്തി കലാവേദി രംഗത്ത്. തെരുവു നാടകവുമായി കൊടക്കാട്ടെ പുത്തിലോട്ടെ ഒരു കൂട്ടം നാടക പ്രവർത്തകർ. പാലക്കാടൻ ശർക്കരയ്ക്ക് അതിർത്തി പ്രദേശങ്ങളിൽ വൻ ഡിമാൻഡ്. ആവശ്യക്കാരായി എത്തുന്നവരിലധികവും അന്യസംസ്ഥാനത്തു നിന്നുള്ളവർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മഞ്ചേശ്വരം കടമ്പാറിൽ ഗൃഹനാഥനെ കത്തികാട്ടി സ്വർണവും പണവും കവർച്ച ചെയ്ത കേസിൽ 4 പ്രതികളെ അറസ്റ്റ് ചെയ്തു. സെപ്റ്റംബർ 9-ാം തീയതിയാണ് കടമ്പാറിലെ രവീന്ദ്രനാഥ ഷെട്ടിയുടെ വീട്ടിൽ കവർച്ച നടന്നത്. മഞ്ചേശ്വരം കടമ്പാറിലെ വൃദ്ധ ദമ്പതികളെ കത്തിമുനയിൽ നിർത്തി 20 പവനോളം സ്വർണവും 25,500 രൂപയും കവർന്ന കേസിൽ 4 പ്രതികളെ പിടികൂടിയതായി കാസർഗോഡ് DYSP MV സുകുമാരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുണ്ടുകുളുക്കിയിലെ മൊയ്തീൻ അൻസാർ, തുമിനാട് ഹിൽ ടോപ്പിലെ റഹ്മാൻ മുബാറക്, മഞ്ചേശ്വരത്തെ ഇംതിയാസ്, ഉദ്യാവരയിലെ മുഹമ്മദ് ഹനീഫ എന്നിവരെയാണ് പിടികൂടിയതെന്നും DYSP അറിയിച്ചു. അങ്ങനെ 5 പേരും ഒരാൾ പുറത്ത് 6 പേരാണ് യഥാർത്ഥ അക്യൂസ്ഡ് ഉള്ളത്. ഈ കേസിൽ യാതൊരു തുമ്പുണ്ടായിരുന്നില്ല. അന്വേഷണ മധ്യേ വൈകുന്നേരം, അന്ന് സംഭവം നടക്കുന്നതിന് വൈകുന്നേരം ഒരു ചെറുപ്പക്കാരൻ ആ വീട്ടിലേക്ക് വന്ന് ആ വീട്ടിലില്ലാത്ത ആൾക്കാരെ, ആ നാട്ടിലില്ലാത്ത ആൾക്കാരെ പറ്റി ചോദിച്ചു. അന്നേരം ഗൃഹനാഥൻ തന്നെ സംശയം വന്ന് അങ്ങനെ ഒരു ഏരിയ ഇല്ലാത്ത ആളെ പറ്റി ചോദിക്കുന്നു. പിന്നെ അയാൾ കൂടുതലൊന്നുമില്ല. അന്ന് രാത്രിയാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത്. അങ്ങനെ ആ വൈകുന്നേരം വന്ന പ്രതിയെ ആ ഗൃഹനാഥൻ്റെ മനസ്സിലുണ്ട്. അയാൾ ഈ പ്രതിയെ തിരിച്ചറിഞ്ഞു ശേഷം ആ പ്രതിയായ അൻസാർ എന്നാണ് അവൻ്റെ പേര്. അൻസാറിനെ തിരിച്ചറിഞ്ഞു. അവനിൽ നിന്നാണ് ബാക്കിയുള്ളവരെ നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പോൾ നമ്മൾ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 2 പേരെയും കൂടെ അറസ്റ്റ് ചെയ്യാനുണ്ട്. മുതലുകൾ വാങ്ങിച്ചവരെയും അത് വിൽപ്പന നടത്തിയ ആൾക്കാരെയും അറസ്റ്റ് ചെയ്യാനുണ്ട്. അതുകൂടാണ്ട് ഒരാളെ മാത്രമേ ഈ ഗൃഹനാഥനെ അറിയൂ. ബാക്കിയുള്ളവരെ ഏകദേശം രൂപ ഉള്ളത്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത ബാക്കിയുള്ള 3 പേരെ തിരിച്ചറിയൽ പരേഡിന് വിധേയമാക്കുന്നതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പാകെ ഹാജരാക്കുന്നില്ല. അവരെ നമ്മൾ കോടതിയിലാക്കിയതിന് ശേഷം ഇതിലെ സാക്ഷികൾ ഗൃഹനാഥനും ഭാര്യയും ഉപയോഗിച്ച് തിരിച്ചറിയൽ പരേഡ് നടത്തും. പ്രതികളിൽ നിന്നും 22,000 രൂപയും റിട്സ് കാറും കരിമണിമാലയും ഒരു വജ്രമോതിരവും കണ്ടെടുത്തു. മഞ്ചേശ്വരം കടമ്പാറിലെ രവീന്ദ്രനാഥ ഷെട്ടിയെയും ഭാര്യയെയും കത്തിമുനയിൽ നിർത്തി കവർച്ച നടത്തിയ സംഘങ്ങളിൽ ഒരാളായ മൊയ്തീൻ അൻസാറിനെ ഗൃഹനാഥൻ തിരിച്ചറിഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസന്വേഷണം പുരോഗമിച്ചത്. പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ നഷ്ടപ്പെട്ട ബാക്കി സാധനങ്ങൾ ഉടൻ തന്നെ കണ്ടെത്തുമെന്നും DYSP സുകുമാരൻ അറിയിച്ചു. മഞ്ചേശ്വരം കടമ്പാറിലെ രവീന്ദ്രനാഥ ഷെട്ടിയുടെ വീട്ടിൽ നടന്ന കവർച്ചാ കേസിലെ പ്രതികളെ പെട്ടെന്ന് വലയിലാക്കാൻ കഴിഞ്ഞത് പോലീസിന്റെ തലയിൽ മറ്റൊരു പൊൻതൂവലായി. അതിസമർത്ഥമായാണ് അന്വേഷണ സംഘം പ്രതികളെ വലയിലാക്കിയത്. മഞ്ചേശ്വരം കടമ്പാറിലെ രവീന്ദ്രനാഥ ഷെട്ടിയെയും ഭാര്യ മഹാലക്ഷ്മിയെയും സെപ്റ്റംബർ 9-ാം തീയതി പുലർച്ചെ 1:30 മണിക്കാണ് കത്തികാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും കാറും കവർന്നത്. മുഖംമൂടി ധരിച്ച സംഘത്തിലെ ഒരാളെ രവീന്ദ്രനാഥ ഷെട്ടി തിരിച്ചറിഞ്ഞതാണ് കേസിന്റെ നിർണായക വഴിത്തിരിവിന് ഇടയാക്കിയത്. ഇയാളെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ പിന്നീടുള്ള അന്വേഷണം. മുൻകാലങ്ങളിലേതുപോലെ എല്ലാ പഴുതുകളും അടച്ചായിരുന്നു പോലീസിന്റെ ഓരോ നീക്കവും. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിനിടയിൽ പ്രതികളെ അതിസമർത്ഥമായാണ് പോലീസ് വലയിലാക്കിയത്. മുൻപ് നടന്ന കുട്ലു സഹകരണ ബാങ്ക്, ചെറുവത്തൂർ വിജയ ബാങ്ക് എന്നിവിടങ്ങളിൽ നടന്ന കവർച്ചകൾ തെളിയിച്ച ജില്ലയിലെ പോലീസിന് മറ്റൊരു അംഗീകാരവുമായാണ് കടമ്പാറിലെ കവർച്ച. ഇവരെ പിടികൂടിയതോടെ മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും നടന്ന നിരവധി കവർച്ചാ കേസുകൾക്ക് തുമ്പുണ്ടാകുമെന്നാണ് പോലീസ് നിഗമനം. ഇതിലെ കംപ്ലൈനന്റ് പറയുന്നവര് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവ് 76-80 വയസ്സ്, അറൗണ്ട് 80 വയസ്സുള്ള ആൾക്കാരാണ്. ഒരു ഏകദേശം ഒരു 50 ഏക്കർ സ്ഥലത്ത് ഒരു വിജനമായ പഴയൊരു വീടും അത് അറിയുന്ന ഒരാളുടെ ഈ കൂട്ടത്തിൽ ഒരാൾ. അത് അദ്ദേഹം നോക്കി വെച്ചതിന് ശേഷം ഇതിലൊരു പ്രതിയും കൂട്ടി ആ സ്ഥലത്ത് പോവുകയും ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് ഇതിനെ കാണിച്ചു കൊടുക്കുന്നത്. ഇത് ഹമീദിന്റെ വീടല്ലേ എന്ന് പറഞ്ഞിട്ട് പോയി ചോദിക്കുകയാണ്. അങ്ങനെയാണ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത്.
അത് ഈ കൊടുത്തപ്പെട്ട ഒരു പ്രതി ഇത് മുൻകൂട്ടി ഈ വീട് കണ്ടുവെച്ച് അത് കൊള്ളയടിക്കണമെന്നെല്ലാം പ്ലാനിങ്ങോടുകൂടി ഇവർ 5 പേരും കൂടി എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഓപ്പറേഷനാണ്. സൂത്രധാരൻ ഇവർ 5 പേര് ഒന്നിച്ചിരുന്നതിന്റെ അടുത്തൊരു പരിപാടിയാണ്. അതെ. ആറാമത്തെ ഒരാള് ചെയ്ത് കുറച്ച് ആള് ഇവരെ വണ്ടിയിൽ അവിടെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ വണ്ടിയിൽ നിന്ന് അവിടെ കൊണ്ടിറക്കിയ ശേഷം വണ്ടി അവിടെ പോയി. 5 പേരും അവിടെ ഇറക്കി പോകുന്നത് ആറാമനാണ്. പ്രതികളായ കുണ്ടുകുളുക്കയിലെ മൊയ്തീൻ അൻസാർ, തുമിനാട്ടിലെ റഹ്മാൻ മുബാറക്, മഞ്ചേശ്വരം സ്വദേശി ഇംതിയാസ്, ഉദ്യാവരയിലെ മുഹമ്മദ് ഹനീഫ എന്നിവരെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിന് CI VV മനോജ്, SI-മാരായ P പ്രമോദ്, ഫിലിപ്പ് തോമസ്, ASI-മാരായ നാരായണൻ നായർ, മോഹനൻ, ബാലകൃഷ്ണൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ PV രാമചന്ദ്രൻ, വിനയൻ, രതീഷ്, K ശ്രീജിത്ത്, ലക്ഷ്മി നാരായണൻ എന്നിവരാണ് നേതൃത്വം നൽകിയത്. പ്രതികളിൽ നിന്നും 22,000 രൂപയും റിട്സ് കാറും കരിമണിമാലയും ഒരു വജ്രമോതിരവും പോലീസ് കണ്ടെടുത്തു. 20 പവനോളം സ്വർണവും 25,500 രൂപയും കാറുമാണ് ഇവിടെ നിന്നും കാണാതായത്. ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് NGO യൂണിയന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് ധർണ സംഘടിപ്പിച്ചത്. ട്രെയിൻ യാത്രക്കാരോട് റെയിൽവേ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. ധർണ CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. വൈകുന്നേരം മാവേലി എക്സ്പ്രസിൽ കയറിയാൽ രാവിലെ 7:45 തിരുവനന്തപുരത്തെത്തും, 8:15 മലബാർ എക്സ്പ്രസിലെത്തും. ഇന്റർവ്യൂവിന് പോകുന്ന ആളുകൾ, ആശുപത്രിയിൽ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് പോകുന്ന ആളുകൾ എല്ലാം ആശ്രയിക്കുന്ന ഇന്ത്യൻ റെയിൽവേയാണ്. പക്ഷെ അടുത്ത കാലത്തായി ഇങ്ങനെ പോകുന്ന ആളുകൾക്കൊന്നും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുന്നില്ല, കൃത്യസമയത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല, കൃത്യസമയം പാലിക്കാൻ റെയിൽവേ ഒരു ജാഗ്രതയും കാണിക്കുന്നില്ല. കാണിക്കാത്തത് വണ്ടി ഓടിക്കുന്ന ലോക്കോ പൈലറ്റുകാർ കുറ്റപ്പെടുത്തുന്ന കാര്യം. ഇത് ഓടിക്കാൻ ആവശ്യമായ റെയിൽ പാളങ്ങൾ, അത് നിശ്ചിത വേഗതയിൽ മാത്രമേ വാഹനം ഓടിക്കാൻ പാടൂ. വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട, എഞ്ചിൻ ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണത്തിന് വിധേയമായി ലോക്കോ പൈലറ്റുമാർ സ്പീഡ് കുറക്കുകയാണ്. A സലീം അധ്യക്ഷത വഹിച്ചു. അമിത ചാർജ് ഈടാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, സ്വകാര്യവൽക്കരണ നടപടികളിൽ നിന്ന് റെയിൽവേ പിന്മാറുക, യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. TP ഉഷ, V ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാനഗർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ലോക ഹൃദയ ദിനത്തിന്റെ സന്ദേശം വിളംബരം ചെയ്തുകൊണ്ടാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനത്തിന്റെ സന്ദേശം വിളംബരം ചെയ്തുകൊണ്ടാണ് വിദ്യാനഗർ ലയൺസ് ക്ലബ്, സമീപ റെസിഡൻസ് അസോസിയേഷനുകളുമായി ചേർന്ന് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. സ്പോർട്സ് ഹോസ്റ്റലിലെ കുട്ടികളും വിവിധ ക്ലബ്ബുകളിലെ അംഗങ്ങളും കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. കേന്ദ്ര സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ യോഗ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ മേലത്ത് ചന്ദ്രശേഖരൻ നായർ കൂട്ടയോട്ടത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്തു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് പ്രശാന്ത് G നായർ അധ്യക്ഷത വഹിച്ചു. കൃഷ്ണരാജ് മേലത്ത്, K സുകുമാരൻ നായർ എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. വ്യാഴാഴ്ച രാവിലെ 6:30 ഗവൺമെന്റ് കോളേജിന് സമീപത്ത് വെച്ചായിരുന്നു പരിപാടി. നമ്മുടെ ഹൃദയാരോഗ്യ സംരക്ഷണം നമ്മുടെ തന്നെ കടമയാണെന്ന ഉത്തമ ബോധ്യത്തോടെ നല്ല വ്യായാമ ജീവിതത്തിന് മുൻഗണന നൽകിയും ഹൃദയാരോഗ്യത്തിന് അനുയോജ്യമായ ഭക്ഷണ രീതി സ്വീകരിച്ചും മയക്കുമരുന്ന്, പുകവലി മുതലായ ദുശീലങ്ങൾക്ക് അടിമപ്പെടാതെ ജീവിക്കണമെന്നതാണ് ഈ ലോക ഹൃദയ ദിനത്തിന്റെ സന്ദേശം. നഗരസഭാ പരിധിയിൽ ദേശീയ പാതയോരത്തെ അനധികൃത കയ്യേറ്റങ്ങൾ അടിയന്തരമായി ഒഴിപ്പിക്കാൻ കലക്ടർ K ജീവൻ ബാബു നിർദ്ദേശം നൽകി. ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ നൽകിയ നിവേദനത്തെ തുടർന്നാണ് ഈ നിർദ്ദേശം. അനധികൃത പെട്ടിക്കടകൾ, നഗരത്തിലെ നടപ്പാത കയ്യേറിയുള്ള അനധികൃത വിൽപ്പന തുടങ്ങിയവ പരിശോധിച്ച് നടപടിയെടുക്കും. നടപടി പൂർത്തീകരിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണം. പുരോഗതി ഒരാഴ്ചക്കകം വിജിലൻസ് DYSPയെ അറിയിക്കണം. ചെമ്പരിക്കപ്പുഴ പുറമ്പോക്ക്, ബദിയെടുക്കാൻ നീർച്ചാൽ, കുമ്പള പഞ്ചായത്ത് പരിസരം എന്നിവിടങ്ങളിലെ കയ്യേറ്റങ്ങളെക്കുറിച്ചുള്ള പരാതിയിൽ ഉടൻ നടപടിയെടുക്കാനും കലക്ടർ നിർദ്ദേശം നൽകി. കാസർഗോഡ് നഗരസഭാ പരിധിയിൽ ദേശീയപാതയോരത്തെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാൻ ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥർക്കും നഗരസഭാ അധികൃതർക്കും നിർദ്ദേശം നൽകി. നഗരസഭയിൽപ്പെടുന്ന ദേശീയപാതയോരത്ത് നിരവധി വഴിയോര കച്ചവടക്കാരാണ് നിലവിലുള്ളത്. ഇവ ഒഴിപ്പിക്കുന്നതിലൂടെ ഒരു പരിധിവരെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. അതേസമയം വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്ത് വില കൊടുത്തും അതിനെ ചെറുക്കുമെന്ന് വഴിയോര കച്ചവട ഫെഡറേഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജില്ലയിലെ ഹൈവേ പുറമ്പോക്കിലും റോഡരികിലും കച്ചവടം ചെയ്യുന്നവരെ ഒഴിപ്പിക്കാനുള്ള ജില്ലാ കളക്ടറുടെ നീക്കത്തിനെതിരെ പ്രതിഷേധം. വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി.
വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി CITUവിന്റെ നേതൃത്വത്തിലാണ് കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ മാർച്ച് നടന്നത്. ജില്ലയിലെ വഴിയോര കച്ചവട സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ് ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടർ എല്ലാവർക്കും തുല്യനീതി നടപ്പിലാക്കാൻ തയ്യാറാകണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. 2014 പാർലമെന്റ് പാസാക്കിയ വഴിയോര കച്ചവട നിയമം പാലിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വഴിയോര കച്ചവടക്കാർ നഗരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. നഗരസഭാ പരിധിയിലും ദേശീയപാതകത്തും കച്ചവടം ചെയ്ത് ഉപജീവനം നടത്തുന്നവരെ ഒഴിപ്പിക്കാനായി ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. ഇതേ തുടർന്നാണ് വഴിയോര കച്ചവടക്കാർ സമരം തുടങ്ങിയത്. വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി CITUവിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണാ സമരം നടത്തി. ഫെഡറേഷൻ ഓഫ് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പരാതിയെ തുടർന്നാണ് ജില്ലാ കളക്ടർ ഇത്തരമൊരു തീരുമാനമെടുത്തത്. ജില്ലാ കളക്ടറുടെ തീരുമാനം വഴിയോര കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാതെയാണെന്നും നേതാക്കൾ ആരോപിച്ചു. മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന സമരം ജില്ലാ ജനറൽ സെക്രട്ടറി MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പൗരന്മാരാണ്. അവരെ സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്വം രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഗവർണറുകൾക്കുണ്ട്. ആ ഗവൺമെൻറ് അതിനാവശ്യമായ നടപടി സ്വീകരിക്കണം, നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായി 2011 അന്ന് നമ്മുടെ സംസ്ഥാനം ഭരിച്ചിരുന്ന VS-ന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് വഴിയോര കച്ചവട സംരക്ഷണ നിയന്ത്രണ നയം രൂപീകരിക്കുകയും അത് നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം അധികാരത്തിൽ വന്ന UDF ഗവൺമെൻറ് ആ നടപടിയുമായി മുന്നോട്ട് പോയില്ല. സുപ്രീം കോടതിയുടെ വീണ്ടും ഇടപെടലിൻ്റെ ഭാഗമായി 2014 ഇന്ത്യ ഗവൺമെൻറ് പാർലമെൻറ്റ്, രാജ്യസഭയിലും ലോകസഭയിലും ബില്ല് പാസാക്കി അത് നിയമമാക്കി മാറ്റി. അതുവരെ സംസ്ഥാനത്തുള്ള ഇന്ത്യയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പോലീസിനുണ്ടായ അധികാരങ്ങൾ, വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള അധികാരങ്ങൾ 2014 ബില്ലോടുകൂടി അവസാനിച്ചു എന്നുള്ളതാണ് വസ്തുത. ജില്ലാ പ്രസിഡന്റ് AV മുഹമ്മദ് അഷ്റഫ്, നാരായണൻ, രഘുപതി തുടങ്ങിയവർ സംസാരിച്ചു. മതതീവ്രവാദ മാധ്യമ കൂട്ടുകെട്ടുകൾക്കെതിരെ പ്രതിരോധമുയർത്തി ആട് എന്ന തെരുവു നാടകം. ആടിനെ അരങ്ങിലെത്തിക്കുന്നത് പുത്തിലോട്ടെ യുവശക്തി കലാവേദി. ഇതിനെ ഇറക്കേണ്ടത് ഞാനാണ്. പുരോഗമന പ്രസ്ഥാനങ്ങളെ അപകീർത്തിപ്പെടുത്തി ഇല്ലായ്മ ചെയ്യാനുള്ള കുൽസിത ശ്രമങ്ങൾക്കെതിരെയുള്ള പ്രതിരോധമായിരുന്നു ആട് എന്ന തെരുവ് നാടകത്തിലൂടെ അനാവരണം ചെയ്തത്. ഗ്രാമത്തിലെ പരമുവിന് പാൽ ചുരത്തുന്ന ഒരാടുണ്ടായിരുന്നു. ഈ ആടിനെ പട്ടിയായും കണ്ടാമൃഗമായും ആന്തരാവയവങ്ങളില്ലാത്ത വിചിത്രജീവിയായും ചിത്രീകരിക്കുന്ന നർമ്മത്തിൽ പൊതിഞ്ഞ നാടകമായിരുന്നു ആട്. മാധ്യമ സിൻഡിക്കേറ്റുകളും മതമേലധ്യക്ഷന്മാരും മനഃപൂർവ്വം നടത്തുന്ന അപകീർത്തി പ്രചാരങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്ന നാടകം ഓർമ്മിപ്പിക്കുന്നു. പുത്തിലോട്ട് യുവശക്തി കലാവേദിയാണ് തെരുവ് നാടകം അരങ്ങിലെത്തിച്ചത്. EV ഹരിദാസിന്റെ രചനയിൽ അനിൽ നടക്കാവ് നാടകം സംവിധാനം ചെയ്തു. രാജേന്ദ്രൻ, സുരേന്ദ്രൻ, മനു, പീതാംബരൻ, ഗംഗാധരൻ, ധനരാജ്, സുമേഷ്, പ്രശോഭ്, അഭിനന്ദി എന്നിവർ നാടകത്തിലെ കഥാപാത്രങ്ങളായി മാറുന്നു. മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും പാലക്കാടൻ നിർമ്മിത ശർക്കരയ്ക്ക് വൻ ഡിമാൻഡാണ്. ദേശീയപാതയ്ക്ക് ഇരുവശങ്ങളിലുമാണ് ഇവരുടെ കച്ചവടം പൊടിപൊടിക്കുന്നത്. കേരള കർണാടക അതിർത്തി പ്രദേശങ്ങളായ മഞ്ചേശ്വരം, തലപ്പാടി എന്നിവിടങ്ങളിലാണ് ശർക്കര വ്യാപാരം തകൃതിയായി നടക്കുന്നത്. പാലക്കാട്ടെ ഫാക്ടറികളിൽ നിർമ്മിച്ച ശർക്കര വാങ്ങാൻ കർണാടകത്തിൽ നിന്നു പോലും ആവശ്യക്കാർ ഇവിടെ എത്തിച്ചേരുന്നു. മഞ്ചേശ്വരത്തെ കുഞ്ചത്തൂർ, ഉദ്യാവാര എന്നിവിടങ്ങളിൽ ഈ ശർക്കരകൾക്ക് വൻ ഡിമാൻഡാണ്. വർഷത്തിൽ 3 മാസം മാത്രമാണ് ഇവയുടെ വിൽപ്പന നടക്കുന്നത്. ഇഞ്ചി, ഏലത്തിരി, കുരുമുളക് എന്നിവ കൊണ്ടുണ്ടാക്കിയ ശർക്കരയും ശുദ്ധീകരിക്കാത്ത ശർക്കരയുമാണ് വിൽപ്പന നടത്തുന്നത്. ശുദ്ധീകരിച്ച ശർക്കര ജലദോഷത്തിനും തൊണ്ടവേദന, ചുമ എന്നിവയ്ക്കും ഉത്തമ ഔഷധമാണ്. ഗർഭിണികൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ശർക്കരയ്ക്ക് ആവശ്യക്കാർ ഏറി വരികയാണ്. ശുദ്ധീകരിച്ച ശർക്കരയ്ക്ക് 200 രൂപയും ശുദ്ധീകരിക്കാത്തവയ്ക്ക് 120 രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത്. பெண்கள் மாசமாக இருக்க கர்ப்பிணி பெண்களுக்கு மருந்துக்காகும்
ചായ കാപ്പി കാപ്പി പലഹാരം എല്ലാം ഉണ്ടാക്കണം കപ്പയ്ക്ക് നല്ല സുഖമാകും. ഇത് നമ്മൾ തമിഴ്നാട്ടിൽ കൊണ്ടുവരും. തമിഴ്നാട് കന്യാകുമാരി സൈഡ് 1.5 പെട്ടി 1 പെട്ടി വിൽക്കും. കേരളത്തിൽ ശർക്കരയ്ക്ക് വൻ ഡിമാൻഡാണെങ്കിലും ഇതിന് ആവശ്യക്കാർ ഏറെയുള്ളത് കേരളത്തിന്റെ വടക്കേ ജില്ലയായ കാസർഗോട്ടാണ് എന്നാണ് വിൽപ്പനക്കാരുടെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ആധാരമെഴുത്ത് അസോസിയേഷൻ ധർണാ സമരം സംഘടിപ്പിച്ചു. ആധാരമെഴുത്ത് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടന്നത്. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ ഹോസ്റ്റർ യൂണിറ്റ് ധർണാ സമരം 28, 29 തീയതികളിലായാണ് നടന്നത്. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിലാണ് ധർണാ സമരം നടത്തിയത്. ആധാരം എഴുത്തുകാരെ സമീപിക്കാതെ സ്വന്തമായി തന്നെ ആധാരം തയ്യാറാക്കി രജിസ്ട്രേഷനു വേണ്ടി സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ഹാജരാക്കാം എന്നുള്ള ഉത്തരവ് പിൻവലിക്കണമെന്നതായിരുന്നു ഇവരുടെ ആവശ്യം. കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി മൈക്കിൾ പൂവത്താണി ധർണ ഉദ്ഘാടനം ചെയ്തു. ഒരു ഭാഗം അഭ്യസ്തവിദ്യരായ കേരളത്തിലെ 50,000-ഓളം വരുന്ന അഭ്യസ്തവിദ്യരായ തൊഴിലാളികൾ ഈ രംഗത്തുണ്ട്. അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. തീർത്തും പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നുമില്ലാതെ തീർത്തും സേവന മേഖലയിൽ ജോലി ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ദിനരാത്രങ്ങൾ അവർക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ തരുന്ന സർക്കാർ നിശ്ചയിച്ച നിശ്ചിത ഫീസ് വാങ്ങിക്കൊണ്ട് കുടുംബം പുലർത്തുന്ന ഈ വിഭാഗത്തിന് സമൂഹത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ വേണ്ടിയാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അത് അപലപനീയമാണ്. വി മാധവൻ നായർ അധ്യക്ഷനായി. CP ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് NA ഖാലിദ്, കാറ്റാടി കുമാരൻ, CV ദാമോദരൻ, M നാരായണൻ, VB സത്യനാഥ്, PP രാജു, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, P അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. അധികൃതരുടെ പിടിപ്പുകേട് ഇന്റർവ്യൂവിനെത്തിയ ഉദ്യോഗാർത്ഥികൾ വലഞ്ഞു. പടന്നക്കാട്ടെ ജില്ലാ ആയുർവേദ ആശുപത്രിയിലായിരുന്നു ഇന്റർവ്യൂ. പടന്നക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിലാണ് അഭിമുഖത്തിന് പങ്കെടുക്കാനെത്തിയ ഉദ്യോഗാർത്ഥികൾ അധികൃതരുടെ നടപടിയിൽ വലഞ്ഞത്. സെപ്റ്റംബർ 13 നൽകിയ പത്രപരസ്യം കണ്ടാണ് 100ഓളം സ്ത്രീകളും പുരുഷന്മാരും അഭിമുഖത്തിൽ പങ്കെടുക്കാനെത്തിയത്. ആശുപത്രിയിൽ 2 വർഷത്തേക്കുണ്ടാവുന്ന താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നുവെന്നതാണ് പരസ്യം. ഫിസിയോതെറാപ്പിസ്റ്റ്, ആയുർതെറാപ്പിസ്റ്റ്, സാനിറ്റേഷൻ വർക്കർ, OP ടിക്കറ്റ് പാസ് വിതരണം എന്നീ തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത്. ബുധനാഴ്ച രാവിലെ മുതൽ അഭിമുഖത്തിൽ പങ്കെടുക്കാനായി നിരവധി പേർ ആശുപത്രിയിലെത്തിയിരുന്നു. തുടർന്നായിരുന്നു അധികൃതർ ഉദ്യോഗാർത്ഥികളോട് ഒഴിവുകളെക്കുറിച്ച് വിവരിച്ചത്. 2 വർഷത്തേക്കുള്ള നിയമനം 59 ദിവസത്തേക്കാണെന്നും 19 മുതൽ 40 വയസ്സ് വരെയുള്ളവരെയാണ് പരിഗണിക്കുന്നത് എന്നുമായിരുന്നു. ഈ പ്രസ്താവന ചുവരിലും പതിച്ചിരുന്നു. എന്നാൽ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഭൂരിഭാഗവും അഭിമുഖത്തിൽ പങ്കെടുക്കാനെത്തിയത്. വയപരിധിയൊന്നും കൊടുത്തിട്ടില്ല, വിദ്യാഭ്യാസ യോഗ്യത വയപരിധിയോ കൊടുത്തിട്ടില്ല. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് അറിഞ്ഞത് 40 വയസ്സിന് താഴെയുള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമേ പരിഗണിക്കുന്നില്ലൂ. ഇത് ഒരുമാതിരി ചീറ്റിംഗ് ആണ്. ഒരുപാട് കാസർഗോഡ് അങ്ങ് മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെയുള്ള ആൾക്കാർ ഇവിടെ രാവിലെ മുതലേ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. രാവിലെ 8 മണി മുതൽ രജിസ്ട്രേഷന് നീണ്ട നെഹ്റു കോളേജിൻ്റെ അടുത്തേക്ക് വരയിൽ ക്യൂ ആണ് ഉണ്ടായത്. ലേറ്റസ്റ്റിൽ കണ്ടിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ അതിൽ 40 വയസ്സിന് താഴെയുള്ളവരൊന്നും പറഞ്ഞിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഞാൻ പ്രായപരിധി വെച്ചിട്ട് പറഞ്ഞു എനിക്കിത് 53 വയസ്സായി. അപ്പം രാവിലെ നേരം വിളിക്കും അങ്ങനെയെല്ലാം ഒപ്പിച്ചിട്ട് വന്നു പോയതാണ്. ബസ്സിനും കൂടി പൈസ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒപ്പിച്ചിട്ട് വിഷമിച്ചിട്ട് വന്നതാണ്. പത്രത്തിൽ പ്രായപരിധിയും കാലാവധിയും വിവരിച്ചിരുന്നുവെങ്കിൽ പലരും എത്തില്ലെന്നായിരുന്നു വാദം. അധികൃതരുടെ നടപടിയിൽ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധം രേഖപ്പെടുത്തി. ദക്ഷിണ കന്നഡ ജില്ലാ പഞ്ചായത്തും പുത്തൂർ താലൂക്ക് പഞ്ചായത്തും സംയുക്തമായി ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. സമ്പൂർണ്ണ സ്വച്ഛതാ ആന്തോളന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശുചീകരണ ಪ್ರವರ್ತನങ്ങളുടെ ಉದ್ಘಾಟനം ಕೋಡಿಂಬಾಡಿ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ രാമചന്ദ്രൻ നിർവഹിച്ചു. ಪ್ರತಿಯೊಬ್ಬರೂ ಕೂಡ ಈ ಕಾಲದಲ್ಲಿ ಬರಬೇಕು. ಈ ರೀತಿ ಆರೋಗ್ಯದಲ್ಲಿ ಎಷ್ಟು ಸ್ವಚ್ಛ ಇಲ್ಲದಿದ್ರೆ ಆರೋಗ್ಯ ಎಷ್ಟು ಹಾಳಾಗ್ತದೆ ಅಂತೇಳಿ ತಮಗೆಲ್ಲರಿಗೂ ಗೊತ್ತಿರ್ಬೋದು. ಆದರೆ ಸ್ವಚ್ಛ ಮಾಡಲು ತಾವೆಲ್ಲರೂ ಮುಂದೆ ಬಂದರೆ ಯಾವ ತೊಂದರೆ ಇರುವುದಿಲ್ಲ. ಈ ನಿಟ್ಟಿನಲ್ಲಿ ನಾವು ಈ ಒಂದು ಯೋಜನೆಯನ್ನು ಹಮ್ಮಿಕೊಂಡಿದ್ದೇವೆ. ಈಗಾಗಲೇ ನಮ್ಮ ಒಂದು ಕೋಡಿಂಬಾಡಿ ಪರಿಸರವನ್ನು ನೋಡಿದರೆ ನಮ್ಮ ಕೋಡಿಂಬಾಡಿ ಜನತೆಯಿಂದ ಹೆಚ್ಚಾಗಿ ಗಾಡಿಯಲ್ಲಿ ಚಲಿಸುವಂತ ಹೊರಗಿನ ಜನರೇ ತಂದು ಇಲ್ಲಿ ತ್ಯಾಜ್ಯವನ್ನು ಬಿಸಾಡುವುದು ಕಾಣಿಸ್ತಾ ಇದೆ. കോടിമ്പാടി ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. പുത്തൂർ സെന്റ് ഫിലോമിന കോളേജിലെ സോഷ്യൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. കോടിമ്പാടി പഞ്ചായത്തും പരിസരവും ഇവർ ശുചീകരിച്ചു. ഇതിന്റെ ഭാഗമായി ജാഗ്രതാ ജാഥയും റോഡ് ഷോയും സംഘടിപ്പിച്ചു. ಸ್ವಚ್ಛತೆ ಮತ್ತು ಆರೋಗ್ಯದ ಬಗ್ಗೆ ಬೇಕಿದೆ ನಮಗೆ. ചെറുവത്തൂർ തുരുത്തി ഗവൺമെന്റ് LP സ്കൂളിലെ എല്ലാ ക്ലാസുകളിലും യുറീക്ക എന്ന പേരിൽ വായനശാല. ലക്ഷ്യം വിദ്യാർത്ഥികളുടെ പഠന മികവും പൊതുവിജ്ഞാനവും.
വിവിധ പത്രങ്ങൾ, കുട്ടികളുടെ വായനാ നിലവാരത്തിനുള്ള ആനുകാലികങ്ങൾ, മറ്റു ഭാഷയിലുള്ള മാസികകൾ എന്നിവ ഓരോ ക്ലാസ്സിലുമുള്ള വായനശാലകൾ വഴി കുട്ടികൾക്ക് ലഭ്യമാക്കും. ക്ലാസ് മുറിയിലെ പഠന പ്രവർത്തനങ്ങൾക്കും കുട്ടികളുടെ സർഗാത്മകത ഉയർത്തുന്നതിനും വായനശാല ഏറെ സഹായകമാകുന്നു എന്ന് അധ്യാപകരും സ്കൂൾ PTA-യും കരുതുന്നു. സ്കൂൾ PTA പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു. തുരുത്തിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വികസന സാമൂഹ്യ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 1ാം ക്ലാസ്സിലെ വായനശാല മടക്കര PP കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അച്ചാന്തുരുത്തിയിലെ VV രവീന്ദ്രനാണ് 2ാം ക്ലാസ്സിലെ യുറീക്ക വായനശാല ഉദ്ഘാടനം ചെയ്തത്. 3ാം ക്ലാസ്സിലെ വായനശാല കൈതക്കാട്ടെ KV പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. ഓരിയിലെ TV രവി 4ാം ക്ലാസ്സിലെ വായനശാലയും ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക KV ശോഭന സ്വാഗതവും P ശിഹാബുദ്ദീൻ നന്ദിയും പറഞ്ഞു. ലെൻസ്ഫെഡ് സംസ്ഥാന പഠന ക്യാമ്പ് നീലേശ്വരത്ത് നടന്നു. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള നിർമ്മാണ സംസ്കാരം എഞ്ചിനീയർമാർ ഉണ്ടാക്കിയെടുക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നീലേശ്വരം നളന്ദ റിസോർട്ടിൽ സംഘടിപ്പിച്ച 2 ദിവസത്തെ നേതൃത്വ പഠന ക്യാമ്പ് കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ G ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വളർച്ചയ്ക്ക് ശേഷം പിന്നെ വരുന്നത് ഉപരി വ്യവസായ വളർച്ചയാണ്. ഉപരി വ്യവസായ വളർച്ച എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ഉൾപ്പെടെ നാനോ ടെക്നോളജി ഉൾപ്പെടെയുള്ള പുത്തൻ മേഖലകളിലുള്ള ഉപരി വ്യവസായ സമ്പ്രദായമാണ്. ഇങ്ങനെയാണ് ലോകത്ത് നമ്മൾ പൊതുവിൽ വികസനത്തെ കണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനമാകട്ടെ ഈ സിദ്ധാന്തങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് വികസനത്തിൻ്റെ പുരോഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പിന്തുണയ്ക്കുന്നവരുണ്ട്, അതിനെ വിമർശിക്കുന്നവരുമുണ്ട്. നാടിന്റെ പുരോഗതിക്ക് നിർമ്മാണ മേഖലയിൽ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള നിർമ്മാണ സംസ്കാരം എഞ്ചിനീയർമാർ ഉണ്ടാക്കിയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്യാമ്പിൽ സംസ്ഥാന പ്രസിഡന്റ് TC വി ദിനേശ് കുമാർ അധ്യക്ഷത വഹിച്ചു. PRO മണിശങ്കർ, ബിൽഡിംഗ് റൂൾ കമ്മിറ്റി ചെയർമാൻ K സലീം, R ജയകുമാർ, K മനോജി, MV പ്രകാശൻ, CS വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഇക്ബാൽ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് KM സലീം നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. മഞ്ചേശ്വരം കടമ്പാറിലെ കത്തികാട്ടി കവർച്ച, പ്രതികളായ 4 പേർ അറസ്റ്റിൽ. വൃദ്ധ ദമ്പതികളെ കത്തികാട്ടി കവർച്ച ചെയ്ത കേസിലെ പ്രതികളെ പിടികൂടാനായത് ജില്ലയിലെ പോലീസിന് മറ്റൊരു അംഗീകാരമായി. കേരളത്തോടുള്ള റെയിൽവേ അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി NGO യൂണിയൻ. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ലോക ഹൃദയ ദിനത്തിന്റെ ഭാഗമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് വിദ്യാനഗർ ലയൺസ് ക്ലബ്. അനധികൃത കയ്യേറ്റങ്ങൾ അടിയന്തരമായി ഒഴിപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ K ജീവൻ ബാബു. തീരുമാനം കാസർഗോഡ് നഗരസഭാ പരിധിയിലെ കയ്യേറ്റങ്ങൾക്കെതിരെ. മതതീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ യുവശക്തി കലാവേദി രംഗത്ത്. തെരുവു നാടകവുമായി കൊടക്കാട്ടെ പുത്തിലോട്ടെ ഒരു കൂട്ടം നാടക പ്രവർത്തകർ. പാലക്കാടൻ ശർക്കരയ്ക്ക് അതിർത്തി പ്രദേശങ്ങളിൽ വൻ ഡിമാൻഡ്. ആവശ്യക്കാരായി എത്തുന്നവരിലധികവും അന്യസംസ്ഥാനത്തു നിന്നുള്ളവർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.